കുറെ മുമ്പേ നിലമ്പൂരിലെത്തിയതാണ്. ഈ പാട്ടുത്സവ വേദിയിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത വിധം മനുഷ്യസാഗരം തന്നെയായിരുന്നു. മുൻപും ഞാനിതേ വേദിയിൽ വന്നിട്ടുണ്ട്. ഇത്തവണ പക്ഷേ എന്നെ ഒരു ബ്ലാക്ക് മെയിലിംഗ് നടത്തിയാണ് ആര്യാടൻ ഷൗക്കത്ത് ഇങ്ങോട്ട് ക്ഷണിച്ചതല്ല, വിളിപ്പിച്ചത്. ഞാൻ ചെയ്ത തെറ്റ് ഇപ്പോൾ തിയേറ്ററിൽ കളിക്കുന്ന എന്റെ സിനിമയായ ബാവുട്ടിയുടെ നാമത്തിൽ ആ സിനിമയുടെ പേര് അനൗൺസ് ചെയ്യപ്പെട്ടപ്പോൾ ഷൗക്കത്തിന്റെ ഒരു ഫോൺ കോൾ വന്നു. കാരണം ബാവുട്ടി എന്നത് ഷൗക്കത്തിന് വീട്ടിലും നാട്ടിലുമുള്ള വിളിപ്പേരാണ്. അപ്പൊ എന്റെ പേര് അന്യായമായി ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ത്രട്ട് നടത്തുകയും അതിന് പകരമായി ഇത്തവണ പാട്ടുത്സവത്തിന് വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അത് സ്നേഹപൂർവമായ ആ ഒരു ക്ഷണം അല്ലെങ്കിൽ താക്കീതിനെ അനുസരിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇത്രയും ആമുഖമായി പറയുമ്പോൾ ഞാനൊരു വലിയ പ്രസംഗം തുടങ്ങുകയാണെന്ന് വിചാരിക്കരുത്. അതിന്റെ ആവശ്യമില്ല. കാരണം ഇത് ഉത്സവവേദിയാണ്. ഉത്സവം കാണാനെത്തിയവരുടെ മുമ്പിൽ ഈ വലിയ വാക്കുകൾക്കും പ്രസംഗത്തിനൊന്നും പ്രസക്തിയൊന്നുമില്ല. എന്തായാലും നിലമ്പൂർ ഇങ്ങനെ ഉത്സവശോഭയിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. പൊതുപ്രവർത്തനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് അവരിലൊക്കെ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു കാലത്താണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് സംശയിക്കുമ്പോൾ സ്വന്തം നാടിന്റെ ഹൃദയമിടിപ്പുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഷൗക്കത്തിനെ പോലുള്ള ആളുകൾ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ ഒരു ദേശം മുഴുവൻ ഏറ്റുവാങ്ങി ഷൗക്കത്തിനും സഹപ്രവർത്തകർക്കും ഒപ്പം നിൽക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ഒരു ഭീതിയെ തോന്നുള്ളൂ. ഇത്രയും അധികം ജനക്കൂട്ടം ഒരു സ്ഥലത്ത് സംഘടിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒത്തുചേരുമ്പോൾ പരസ്പര സ്നേഹം മാത്രമേ ഇതിനിടയിൽ സംഭവിക്കാവൂ. ഒരു തീപ്പൊരി വീണാൽ വലിയ കാനനാഗ്നി ഉണ്ടാകാവുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സ്നേഹവും പരസ്പര വിശ്വാസവും ഐക്യദാർഢ്യവും എന്നും പുലരട്ടെ. നിലമ്പൂർ മറ്റ് ചെറു പട്ടണങ്ങൾക്ക്, ഗ്രാമങ്ങൾക്ക് മാതൃകയാവട്ടെ. ഉത്സവങ്ങളിലൂടെ നമ്മൾ പ്രചരിപ്പിക്കുന്നത് ജാതിക്കും മതത്തിനും അതീതമായ, ജാതിയെയും മതത്തെയും കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത്, നമ്മളെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നവർക്കും മറ്റ് അജണ്ടകളുള്ളൊരു കാലത്ത് മനുഷ്യ നന്മയിൽ, എല്ലാത്തിനും അതീതമായ മനുഷ്യബന്ധങ്ങളിൽ വിശ്വസിക്കുന്ന നമ്മളുടെ ഗ്രാമങ്ങളുടെ നന്മ നിലമ്പൂർ ഉയർത്തിപ്പിടിക്കുന്നു. ഇത് കേരളത്തിന് മാതൃകയാവട്ടെ. പാട്ടുത്സവം മുഴുവൻ കേരള ദേശത്തിനും മാതൃകയാവട്ടെ. നിലമ്പൂർ ഒരു മാതൃകാ പട്ടണമാവട്ടെ. ഈ പരസ്പര സൗഹാർദ്ദത്തിന്റെ ജീവിതത്തിന് മുമ്പിൽ തലകുനിച്ചുകൊണ്ട് ഇനിയും വരും വർഷങ്ങളിലും പാട്ടുത്സവത്തിന്റെ വേദിയിൽ നിങ്ങളെ കാണാൻ വരാൻ എനിക്ക് കഴിയട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.